നമസ്കാരം, മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യമായിട്ട് തന്നെ ഒരു ലൈക്ക് അടി, എന്നിട്ട് ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. അറബികൾക്കും പ്രവാസികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ജർജീറിൻ്റെ കൃഷിയാണ് നമ്മളിത് ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഏകദേശം ഒരു 50 സെൻറ്റോളം ജർജീറിൻ്റെ കൃഷി നമ്മൾ ചെയ്യും. റമദാനോടനുബന്ധിച്ച് ഒരുപാട് കൃഷികൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ മത്തന്, ചെരങ്ങ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കക്കരിക്ക, വത്തക്ക എല്ലാ ഐറ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജർജീറിൻ്റെ ഇലകൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്കിതാ ഹാർവെസ്റ്റ് ചെയ്യാനാവും. ഏകദേശം നമ്മളിവിടെ 10 സെൻറ്റോളം നമ്മളിവിടെ ജർജീർ മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലീഫുകളാണ് ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലീഫുകളാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് കഴിക്കട്ടെ. പച്ചക്കറി നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റ് രീതിയിൽ ഞാൻ കഴിച്ച് കാണിച്ചത്. ഏകദേശം ലീഫുകളൊക്കെ അത് ആയി തുടങ്ങിയിട്ടുണ്ട്. ജർജീർ ലീഫ്, റോക്കറ്റ് ലീഫ് എന്ന് പറഞ്ഞ ജർജീർ ലീഫിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏതായാലും ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റിയറിയാം. കാരണം വെച്ചാൽ അത്രയും സെയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്, മഴക്കാലത്ത് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത്രയും സെയിലായിരുന്നു, അത്രയും ആവശ്യക്കാരായിരുന്നു നമുക്ക് ജർജറിൻ്റെ വിത്തിനും അതുപോലെ തന്നെ ജർജറിൻ്റെ തൈകൾക്കും അതുപോലെ തന്നെ ജർജറിൻ്റെ ലീഫിനാണ് കൂടുതലായിട്ട് ആൾക്കാർ കൂടിയത്. കാരണം വെച്ചാൽ വിത്ത് ചിലപ്പോൾ ചില ഏരിയയിൽ മുളക്കാത്ത സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ചീഞ്ഞു പോകുന്നത്, ഉറുമ്പ് കൊണ്ടുപോകുന്നത്, മുളക്കാത്ത രീതിയിൽ മണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഈ മണ്ണിൻ്റെ ഗുണം കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ജർജീർ നമുക്കിവിടെ കൃഷി ചെയ്യാൻ കഴിയുന്നത്. നല്ല രീതിയിൽ അടിവളം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് വേണം നമുക്ക് ജർജീർ കൃഷി ചെയ്യാൻ. ഈർപ്പങ്ങളൊക്കെ കറക്റ്റ് നിലനിർത്തണം, എന്നാലേ ജർജീറിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള വളങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കണം. നമുക്ക് മെയിനായിട്ട് കോഴിവളമാണ് മെയിനായിട്ട് നമുക്കിതിന് കൊടുക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ലീഫുകൾ ഇപ്പോൾ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ട് വേണം നമുക്കിതിൻ്റെ ലീഫുകൾ വലുതാക്കി എടുക്കാൻ. കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കേണ്ട കാരണം എന്ന് പറയുകയാണെങ്കിൽ കോഴിക്കാട്ടത്തിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ NPK എല്ലാം അടങ്ങിയിട്ടുണ്ട്, നൈട്രജനും ഫോസ്ഫറസ് യൂറിയ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കാട്ടം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ നന കൊടുക്കണം കേട്ടോ. നന കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ലീഫോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് 2 നേരം രാവിലെ വൈകിട്ട് നന കൊടുക്കണം. അതുപോലെ തന്നെ തൈയും മുളക്കാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ കറക്റ്റ് റെഡിയാക്കിയാലേ ഈ സാധനം മുളക്കുള്ളൂ. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കേണ്ട പ്രശ്നമില്ല. കാരണം വെച്ചാൽ പിന്നെ വരുന്ന ഇലയുടെ ചീച്ചിൽ കാര്യങ്ങളൊക്കെ അത് നമുക്ക് നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ട് കണ്ട് നടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറിച്ച് നടുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാം. അപ്പോൾ വിത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നത്. അന്ന് നമ്മളെടുത്ത് വിത്ത് ആവണേ ഉള്ളായിരുന്നു. നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിച്ച് ഉണങ്ങി കാര്യങ്ങളൊക്കെ ആയി വരാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെടുത്ത് വിത്ത് അവൈലബിൾ ആണ്. ഒരുപാടില്ല, എന്നാലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ള കുറച്ച് ആൾക്കാർക്ക് വീടുകളിൽ കൃഷി ചെയ്യാനുള്ള രീതിയിലുള്ള വിത്തുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബൾക്കായിട്ടുള്ള കൃഷി ചെയ്യാനുള്ള വിത്തുകൾ നമ്മൾ കൊടുക്കണില്ല. കാരണം വെച്ചാൽ നമുക്ക് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല കൃഷി ചെയ്യണം. 1 ഏക്കറയും അതുപോലെ 50 സെൻറ്റൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചതാണ്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ പാക്കറ്റിലായിക്കാണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ അയച്ചു തരും. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ അയച്ചു കൊടുത്തിട്ട് പിന്നെ മുളക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അത് ചെറിയ മിസ്റ്റേക്ക് സംഭവം കൊണ്ടാണ് അത് മുളക്കാത്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ വിത്ത് പാകുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇനിയും അതുപോലെ തന്നെ ചെയ്തു തരുന്നത്. നമുക്ക് ഏതായാലും അടുത്ത ഏരിയ ഒരു 10 സെൻറ്റ് നമുക്ക് ഇനിയും പാകാനുണ്ട്, പിന്നെ അടുത്ത മാസത്തേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പാകുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെ നമ്മൾ മിക്സ് ചെയ്യണം പാകുമ്പോൾ, പിന്നെ പാകി കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെല്ലാം നോക്കേണ്ടത് അതെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അത് വേണ്ടവർ നിങ്ങൾ എങ്ങനെയായാലും കമൻറ്റ് ചെയ്തോളൂ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജർജീർ കൃഷി ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ വീടുകളിലൊക്കെ ലാഭം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്. ആ ലാഭം നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ, സലാഡിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ബോഡി നല്ല സ്ട്രോങ് ആയിരിക്കും. എല്ലാം അതിൻ്റെ ഗുണങ്ങൾ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രവാസികളോട് ചോദിച്ചാൽ മതി, അറബികളോട് ചോദിച്ചാൽ മതി ഇതിൻ്റെ ഗുണം അറിയണമെങ്കിൽ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലേ നമുക്ക് ഇതിനൊരു പ്രചോദനം കിട്ടുള്ളൂ. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ വിത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്. ഏകദേശം ലീഫൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും രീതിയിൽ ബൾക്കായിട്ട് നമ്മളിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഏതായാലും താങ്ക് യു, ബൈ.